നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിൽ വൻ തീപിടുത്തം. കെട്ടിടത്തിന് 2 നിലകൾ പൂർണ്ണമായി കത്തിനശിച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ആധുനിക വാഹനമടക്കം ദൗത്യത്തിന് എത്തിച്ചു. ദൃശ്യങ്ങളിലേക്ക്. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട് കോഴിക്കോട്. അജി, തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അജി? ഡോക്ടർ ഉമേഷ്, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാൻ കഴിയും. കാരണം 19ഓളം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിക്കൊണ്ടാണ് ഇപ്പോൾ തീ അവിടെ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തകരുടെ നീക്കമെന്ന് പറയുന്നത് JCB ഉപയോഗിച്ചുകൊണ്ട് പകുതി ഭാഗം, അതായത് ഏറ്റവും കൂടുതൽ തീ വരുന്ന ഭാഗം ആ സൈഡിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ അവിടെ തകർത്തതിന് ശേഷം ഉള്ളിലേക്ക് വാട്ടർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിൽ തീ നീക്കം നടക്കുന്നത്. അപ്പോൾ വലിയ തലത്തിൽ ഉള്ള ഒരു തീ അകത്തേക്ക് ഇപ്പോഴും ആളെ കത്തുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സിന്റെ പ്രത്യേക യൂണിറ്റ് എത്തിയാണ് ഏറെ നേരം ശ്രമകരപ്പെട്ടുകൊണ്ട് തീ അണച്ചത്. പക്ഷേ അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും വലിയ തലത്തിൽ അത് ആളിക്കത്തുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ ഇപ്പോഴും നമുക്ക് കാണാം അകത്തേക്ക് ആ തീ വ്യാപിച്ചിട്ടുമുണ്ട് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. വലിയ തലത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3ാമത്തെ നിലയിലും 4ാമത്തെ നിലയിൽ പൂർണ്ണമായും കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള തീപിടുത്തമാണ് ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഈ സമയത്ത് ഉണ്ടായിരുന്നത്? ഞാനല്ല ഉണ്ടായത്, എൻ്റെ വൈഫും മക്കളും ഉണ്ടായിരുന്നു. അവർ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് ആവശ്യമായിട്ട് വന്നായിരുന്നു. അപ്പം ബ്രൈഡൽ സെക്ഷനാണത്. അപ്പോൾ അവിടെയാണ് ഇത് പടർന്ന് പിടിച്ചത്. ഒരു സ്മെല്ല് വന്ന്, കരിഞ്ഞ സ്മെല്ല് വന്നപ്പോൾ അവിടുന്ന് ഒരു ഫയർ അലാറം അടിച്ച് എല്ലാവരും കൂടെ ഇറങ്ങി ഓടുക ചെയ്തത്. അതായിരുന്നു സംഭവം. ഞാൻ ഉണ്ടായിരുന്നില്ല, അവർ അനിയത്തിയും ഒരു പറഞ്ഞതാണ്. ശരി, അപ്പോൾ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഏതായാലും ഇപ്പോഴും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കരിപ്പൂരിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന്. കേരളത്തിൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഇന്നെവിടെയും മാസപ്പറ ദൃശ്യമായില്ല. സൗദിയിൽ മാസപ്പറ കണ്ടതോടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ വ്രതാരംഭത്തിന് തുടക്കമാകും. മാസപ്പറ നിരീക്ഷിക്കാനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്നെവിടെയും മാസപ്പറ ദൃശ്യമായില്ല. തുടർന്നാണ് കേരളത്തിൽ വ്രതാരംഭം വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചത്. ഷാബാൻ 30 പൂർത്തീകരിച്ച് വ്യാഴാഴ്ചയാകും റമദാൻ 1 സാദിഖ് അലി ശിഹാബ് തങ്ങളും പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഷാബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷാബാൻ 30 പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മാസപ്പിറ കണ്ടതായി വിശ്വസനീയ വിവരം ലഭിച്ചില്ലെന്ന് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയും അറിയിച്ചു. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടതായിട്ട് ഒരു വിവരവുമില്ല, സൂചനയുമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഷാബാൻ 30 എല്ലാവരെയും അറിയിക്കുന്നു. ബുധനാഴ്ച സൂര്യാസ്തമയത്തോടുകൂടെ റമദാൻ 1 മാറും. അതേസമയം സൗദിയിൽ മാസപ്പറ ദൃശ്യമായതോടെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ വ്രതാരംഭത്തിന് തുടക്കമാകും. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമദാൻ 1. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നവജാത ശിശു മരിച്ചു. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. ഡോക്ടറുടെ ഗുരുതര ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി.
പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ ഇന്നലെയാണ് പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 4 മണിയോടെ ലേബർ റൂമിലേക്ക് മാറ്റിയ നിരഞ്ജനയെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സിസേറിയന് വിധേയയാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കുഞ്ഞ് മരിച്ച വിവരം അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ബിന്ദു സുന്ദർ പറഞ്ഞു. ഞാനല്ല ഓപ്പറേഷൻ ചെയ്തത്, ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ള നേഴ്സന്മാരും മയക്ക് കുത്തിക്കാൻ വന്ന ഡോക്ടറും കണ്ടാ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബിന്ദു സുന്ദർ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അവരാണ് ചെയ്തത്. അപ്പോൾ ഭാര്യയോടൊപ്പം ചോദിച്ചപ്പോൾ ഭാര്യയും പറയണം അവരെല്ലാം ചെയ്തത്. ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ബന്ധുക്കൾ പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത്. ഡോക്ടറുടെ അനാസ്ഥയാണ് കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതെന്ന് ആരോപിച്ച ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടി. ആശുപത്രി സൂപ്രണ്ടിനെയും RDOയെയും പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. പരിശോധനയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയ്ക്ക് മറുപടി ലഭിക്കാതെ പിന്മാറില്ല ബന്ധുക്കൾ പറയുന്നു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ RDO ജയകുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഡോക്ടർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. രഞ്ജന കൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ത്രീ ഇവിടെ ഡെലിവറിക്കായി വരികയും ഇന്ന് ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നതിന് കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷൻസും ഉണ്ടാകും. ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ മുൻപും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ആ പരാതിയിൽ DMO തല അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് പുതിയ ആരോപണം. ജിബിൻ JB 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. ഡോക്ടേഴ്സ് തമ്മിലുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പേരൂർക്കട ESI ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങി. അനസ്തേഷ്യ വിഭാഗം ഡോക്ടേഴ്സും സർജറി ഡോക്ടറും തമ്മിൽ തിയേറ്ററിനുള്ളിൽ നടന്ന തർക്കമാണ് കാരണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. 2 മേജർ സർജറി, 3 മൈനർ സർജറി, അങ്ങനെ 5 ശസ്ത്രക്രിയകൾ. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ ഡോക്ടർമാരുടെ തമ്മിൽ തല്ല് കാരണം ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു സർജറി പോലും നടന്നില്ല. ഒരു രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യേണ്ടി വന്നു. അനസ്തേഷ്യ ഡോക്ടേഴ്സ് പുറത്തുനിന്ന അസിസ്റ്റന്റിനെ കൊണ്ടുവന്നതാണ് സർജറി ഡോക്ടറുമായുള്ള തർക്കത്തിന് കാരണം. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അനസ്തേഷ്യ അസിസ്റ്റന്റിനെ കൊണ്ടുവരാൻ നിയമമില്ല. തുടർന്നാണ് തിയേറ്ററിനുള്ളിൽ വെച്ച ഡോക്ടേഴ്സ് തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ രോഗിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. അനസ്തേഷ്യൻ ടെക്നീഷ്യൻ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്ന കാരണം. ഞാൻ ഈ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ അവിടെ ഡോക്ടേഴ്സ് തമ്മിൽ സംസാരമായിരുന്നു. അവർ വഴക്കിട്ടാണ് പോയത്. അനസ്തേഷ്യ ഡോക്ടേഴ്സായ ബിനിൽ, പ്രിയ, സർജറി ഡോക്ടർ ഗണേഷ് എന്നിവർ തമ്മിലാണ് വാക്കേറ്റം. ഡോക്ടേഴ്സിന്റെ തമ്മിൽ തല്ല് കാരണം മാസങ്ങളോളം കയറിയിറങ്ങി ശസ്ത്രക്രിയയ്ക്കായി ഡേറ്റ് ലഭിച്ച 5 രോഗികളാണ് വലഞ്ഞത്. ഒരു 3-4 മാസം കൊണ്ട് നമ്മളിവിടെ കയറി ഇറങ്ങുകയാണ്. 2 പേർക്കും ഇന്നലെ മുതലേ ആഹാരം പോലും കൊടുക്കാതെ അവരെ എല്ലാം ചെയ്യാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്തു. അതിനകത്ത് കൊണ്ടുപോയി ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ വിഷയം നടക്കുന്നതും. പല രോഗികളും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. നിലവിൽ എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. എന്ന് സർജറി നടക്കുമെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടില്ല. സാധാരണക്കാരായ തൊഴിലാളികളാണ് ESI ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അടിയന്തര ഇടപെടൽ വേണം. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ പങ്കെടുത്ത് VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരുന്ന S സുരേഷ്, KPCCയുടെ സംസ്കാര സാധ്യതയിൽ മുഖ്യാതിഥിയായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ പ്രേംകുമാറും എത്തി. വർഗീയതയ്ക്കെതിരായ ബദൽ കോൺഗ്രസ് മാത്രമാണെന്ന് പ്രേംകുമാർ പറഞ്ഞു. പാലക്കാട് പുതുയുഗയാത്രയുടെ വേദിയിലെത്തിയ S സുരേഷിനെ VD സതീശൻ തന്നെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. 10 വർഷക്കാലത്തെ ഈ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്ന സുദിനങ്ങളാണ് ഈ വരാനിരിക്കുന്നത്. CPIM-ഉമായുള്ള ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതായിരുന്നു സുരേഷിന്റെ പ്രസംഗം. 13 വർഷം താൻ അനുഭവിച്ച വേദന അവസാനിപ്പിക്കുന്നുവെന്ന് സുരേഷ്. 100 തവണ അപ്പീൽ കൊടുത്താലും എന്നെ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞത്. 13 കൊല്ലമായി ഞാൻ അനുഭവിച്ച വേദന ഇന്നലത്തോടെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സസ്പെൻസ് ബാക്കി നിർത്തിയാണ് പ്രേംകുമാർ കോൺഗ്രസ് വേദിയിലെത്തിയത്.
കോട്ടയത്ത് നടന്ന KPCC സംസ്കാര സാഹിതിയുടെ പരിപാടികളിൽ മുഖ്യാതിഥിയായിരുന്നു പ്രേംകുമാർ. വർഗീയതയ്ക്കെതിരെ ബദലാകാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പ്രേംകുമാർ. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണെന്ന് രാജ്യവ്യാപകമായി ദേശീയ തലത്തിൽ നമുക്കൊരു മതേതരത്വം സംരക്ഷിക്കാൻ, വർഗീയതയ്ക്കെതിരെ പോരാടാൻ മറ്റൊരു രാഷ്ട്രീയ ബദൽ ഇന്ത്യയിൽ നമുക്ക് വേറെ അങ്ങനെ കാണിക്കാനില്ല. സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് പ്രതികരണം ഇങ്ങനെ: അങ്ങനെ ഒരു ഓഫറും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല, അങ്ങനെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഞാനൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. നാളെ എന്ത് സംഭവിക്കുന്നുള്ള നാളെ നമുക്ക് കാണാം. മലമ്പുഴ മണ്ഡലത്തിൽ സുരേഷിനെയും കഴക്കൂട്ടത്ത് പ്രേംകുമാറിനെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നേതാവ് PD സതീശൻ നയിക്കുന്ന യാത്രയിൽ പങ്കെടുത്തത് PS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫായിരുന്ന A സുരേഷാണ്. ആ പേരിൽ ചെറിയൊരു മാറ്റം വന്നതിൽ ഖേദിക്കുകയാണ്. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി. രാവിലെയും രാത്രിയും ഓരോ മണിക്കൂർ വീതമാണ് സമയം ദീർഘിപ്പിച്ചത്. നിലവിൽ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്ന പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയായി നീട്ടി. നേരത്തെ ടൂറിസം മേഖലകളിൽ മാത്രമായിരുന്നു ബാറുകൾ രാത്രി 12 വരെ പ്രവർത്തിച്ചിരുന്നത്. മൈസ് ടൂറിസം ഇവന്റുകൾ നടക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ബാറുകൾക്ക് പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. വാർഷിക ലൈസൻസ് ഫീസിനൊപ്പം 5 ലക്ഷം രൂപ കൂടി അടയ്ക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കി. സർവേയെക്കുറിച്ച് CPM-ന് മുൻകൂർ അറിവുണ്ടായിരുന്നുവെന്നും ഉത്തരവ് വരുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി കേഡർമാർക്ക് കത്തയച്ചു എന്നുമുള്ള സുപ്രധാന പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നവകേരള സർവേക്ക് ഹൈക്കോടതിയുടെ ഫുൾ സ്റ്റോപ്പ്. പണം അനുവദിച്ചതിലും പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയിലും സംസ്ഥാന സർക്കാരിന് പിഴച്ചു. പദ്ധതിക്ക് ധനകാര്യ കമ്മീഷന്റെ അംഗീകാരമില്ലായിരുന്നുവെന്ന് കോടതി. CPIM-ന് നേരെയും കോടതിയുടെ ഗൗരവ പരാമർശങ്ങൾ. നവകേരള സർവേക്ക് മന്ത്രിസഭാ അംഗീകാരം നൽകുന്നതിന് മുൻപ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പാർട്ടി അണികൾക്ക് പദ്ധതിയെക്കുറിച്ച് കത്തയച്ചു. CPIM പ്രവർത്തകരെ പോർട്ടലിൽ കുത്തിനിറക്കാൻ ശ്രമം നടന്നെന്ന ഹർജിക്കാരുടെ ആരോപണം ബലപ്പെടുത്തുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയുടെ കത്തെന്നും കോടതി. സർക്കാരിന് കരണത്തെറ്റടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനുള്ള കനത്ത തിരിച്ചടിയാണ്. സർക്കാരിൻ്റെ പണം, ഖജനാവിലെ പണം എടുത്തിട്ട് DYFIക്കാർക്ക് കൊടുത്തിട്ട് ഇനി ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ഇവർ സർവേ നടത്താൻ പോണത്. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ മുഖത്ത് ഏറ്റവും ഒരു കനത്ത പ്രഹരമാണ് ഈ ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്ന നിയമമന്ത്രി P രാജീവ്. റദ്ദാക്കിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. KSU നേതാക്കളായ അലോഷ്യസ് സേവിയർ, മുബാസ് എന്നിവരാണ് ഹർജി നൽകിയത്. 20 കോടി രൂപയാണ് നവകേരള സർവേ പദ്ധതിക്കു വേണ്ടി സർക്കാർ അനുവദിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ EDക്ക് മൊഴി നൽകിയ നടൻ ജയറാം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നുമാണ് ജയറാമിന്റെ മൊഴി. SIT തെളിവ് ശേഖരിച്ചതിന്റെ ഭാഗമായി കേടുപാടുണ്ടായ ദ്വാരപാലക ശില്പം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടു. ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയും ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അപ്പോ എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക്. രാവിലെ 11:30 ജയറാം കൊച്ചിയിലെ ED ഓഫീസിലെത്തിയത്. മൊഴിയെടുക്കൽ 3.5 മണിക്കൂർ നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധത്തിലായിരുന്നെന്നും എന്നാൽ തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജയറാമിന്റെ മൊഴി. പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ജയറാം മൊഴി നൽകി. കഴിഞ്ഞ 38 വർഷമായിട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഉദ്ഘാടനത്തിനും എന്നെയാണ് വിളിക്കാറ്. ഇങ്ങനെ പോവാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരെണ്ണമായിട്ട് ഞാൻ ഇതിനും പോയിട്ടുള്ളൂ. ഇതിന്റെ പൂജയും കാര്യങ്ങളും. എത്ര പേര് ഒരു ദിവസം കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, എത്ര പേര് ഇത്ര ഫംഗ്ഷൻ വിളിക്കുന്നു. നമുക്കിതിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്ത വല്ല അറിയാം. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ED ചോദിച്ചറിഞ്ഞു. കേസിൽ ഇടനിലക്കാരനായ കൽപേഷിനെ ED ചോദ്യം ചെയ്തു. ദേവസ്വം സെക്രട്ടറി S ജയശ്രീയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. SIT തെളിവ് ശേഖരിച്ചതിന്റെ ഭാഗമായി കേടുപാടുണ്ടായ ദ്വാരപാലക ശില്പം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ആവശ്യപ്പെട്ടു. ആവശ്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. അന്വേഷണം നിഷ്പക്ഷമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് മുഖത്തടി കിട്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 24, കൊച്ചി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ.
ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വീഴ്ച സംബന്ധിച്ച് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്റർക്ക് ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ല എന്നാണ് കെ ജയകുമാറിന്റെ പ്രതികരണം. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തിയേക്കും. യുവതീ പ്രവേശനത്തിൽ സർക്കാർ പിന്നോട്ടെന്ന് സൂചന നൽകുന്നതാണ് മന്ത്രിമാരുടെയും മുതിർന്ന CPIM നേതാക്കളുടെയും പ്രസ്താവനകൾ. കൊല്ലം നിലമേലിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിന് കാരണം ഭക്ഷ്യവിഷബാധയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടി. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശി JS ബെന്നിയാണ് കലുങ്ക് നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് മരിച്ചത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തു. 2 പതിറ്റാണ്ടിന് ശേഷമാണ് BNP ബംഗ്ലാദേശിൽ അധികാരത്തിൽ എത്തിയത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2ാം-ഘട്ട ആണവ ചർച്ചകൾ ധാരണയിലെത്താനാകാതെ പിഴിഞ്ഞു. സങ്കീർണ സാഹചര്യമെന്നും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമല്ലെന്നും ഇറാൻ പ്രതിനിധി. JEE മെയിൻ ആദ്യ സെഷൻ പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും വിജയഗാഥ രചിച്ച് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. കേരളത്തിലെ ആദ്യ 5 സ്ഥാനങ്ങൾ പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കി. JEE മെയിൻ 2026 ആദ്യ സെഷൻ ഫലം പുറത്തുവന്നപ്പോൾ കേരളത്തിൽ വീണ്ടും അപ്രമാദിത്വം ഉറപ്പിക്കുകയാണ് പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ. തൃശൂർ നാട്ടികയുടെ അഭിമാനമായി മാറിയ വൈഷ്ണവ് ENK 99.98 എന്ന മികച്ച സ്കോറോടെയാണ് കേരളത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. കൃതീഷിന്റെയും സന്ധ്യ കൃതീഷിന്റെയും മകനാണ് വൈഷ്ണവ്. ദേവമാതാ CMI പബ്ലിക് സ്കൂളിലെ +2 പഠനത്തോടൊപ്പമാണ് വൈഷ്ണവ് ബ്രില്യന്റിൽ പരിശീലനം നേടിയത്. വൈഷ്ണവിന് പിന്നാലെ ആദ്യ 5-ൽ ഇടം പിടിച്ചത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. തിരുവനന്തപുരം സ്വദേശി കിഷൻ ശിവദാസ് 2ാം സ്ഥാനവും ആലപ്പുഴ മാവേലിക്കര സ്വദേശി നിരഞ്ജൻ ജയപിള്ള 3ാം സ്ഥാനവും നേടി. 4ാം സ്ഥാനത്ത് എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും 5ാം സ്ഥാനത്ത് മൂവാറ്റുപുഴ സ്വദേശി ആൽഫ്രഡ് ജെൻസണും ഇടം പിടിച്ചു. കേരളത്തിനു പുറമെ വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ ഡേവിസ് S. ജോണും ലക്ഷദ്വീപിൽ നിന്ന് പരീക്ഷ എഴുതിയവരിൽ റയൻ സാക്കിയും 1ാം സ്ഥാനം നേടി. വിദ്യാർത്ഥികളുടെ കൃത്യമായ പ്ലാനിംഗും കഠിനാധ്വാനവും മികച്ച പരിശീലനവുമാണ് വിജയത്തിന് പിന്നിലെന്ന് ബ്രില്യന്റ് മാനേജ്മെന്റ് പ്രതികരിച്ചു. ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.